ഇരിക്കാം. സങ്കീർത്തനം 5-ാം അധ്യായം 11-12 വചനങ്ങൾ. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. ഇതിൽ കൂടെ വചനം വായിക്കാം. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. ഈശോയില് ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആനന്ദം നിറയട്ടെ. ആ ആനന്ദത്തിൽ നിന്നുകൊണ്ട് അവര് കർത്താവിന് സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. ഈശോയെ സ്നേഹിക്കുന്നവരെ അങ്ങ് സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. ഈശോയിൽ അവരെപ്പോഴും ആനന്ദിക്കട്ടെ. 12-ാമത്തെ വചനം. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് ആരെയാണ് അനുഗ്രഹിക്കുന്നത്? നീതിമാന്മാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. യുദ്ധത്തിൽ നമുക്കറിയാം, അസ്ത്രങ്ങളൊക്കെ വരുമ്പോൾ പരിച കൊണ്ടാണ് മറയ്ക്കുന്നത്. ഇതുപോലെ നീതിമാന്മാരുടെ നേരെ വരുന്ന എല്ലാ അസ്ത്രങ്ങളെയും എല്ലാ തിന്മകളുടെ ശക്തികളെയും ആര് എതിർത്ത് തോൽപ്പിക്കും? ഈശോ. എങ്ങനെയാണ്? തൻ്റെ പരിച കൊണ്ട്, കാരുണ്യമാകുന്ന പരിച കൊണ്ട്. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന വചനം. ഒരിക്കൽ കൂടെ വായിച്ചു തീർക്കാം. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. 5-ാമത്തെ സങ്കീർത്തനത്തെ വിലാപത്തിന്റെ സങ്കീർത്തനം എന്നാ പറയുക. വിലാപത്തിന്റെ സങ്കീർത്തനം എന്ന് പറയുന്നതിന്റെ കാരണം, വ്യക്തിപരമായിട്ട് രോഗ അവസ്ഥയിലുള്ളവരോ അല്ലെങ്കിൽ അന്യായമായി കുറ്റാരോപണം നടത്തുന്നവരോ അല്ലെങ്കിൽ പരാജയഭീതി, ശത്രുഭീതി കൊണ്ടൊക്കെ വേദനിക്കുന്നവർ കർത്താവിനെ നോക്കി വിലപിക്കുന്ന സങ്കീർത്തനമാണിത് വിലാപത്തിന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുക. ഇതുപോലെ 5-ാമത്തെ സങ്കീർത്തനം ഒരു വിലാപത്തിന്റെ സങ്കീർത്തനമാണ്. അതിൻ്റെ അവസാനത്തെ വചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിനായി എടുക്കുന്നത്. അങ്ങനെ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. സക്കറിയാസിന്റെ ജീവിതം നമുക്കറിയാം. എലിസബത്തും സക്കറിയാസും വാർദ്ധക്യത്തിൽ ഒത്തിരിയധികം വേദനിച്ചു. എന്തിനാ? ഒരു പുത്രനില്ലാത്ത, ഒരു സന്താനമില്ലാത്ത അവസ്ഥയിൽ കർത്താവിന്റെ മുൻപിൽ നീതിയോടെ ജീവിച്ചിരുന്നവർ, വചനം അങ്ങനെ പഠിപ്പിക്കുക, അവർ നീതിമാന്മാരായിരുന്നു കർത്താവിന്റെ മുമ്പിൽ. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു സന്താനത്തെ നൽകി അനുഗ്രഹിക്കുവാൻ താമസം വന്നപ്പോൾ അവരൊരിക്കലും പരിതപിച്ചില്ല. അവർക്കറിയാം, ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ട്. തങ്ങളുടെ ഈ വേദനകളെ മാറ്റുവാൻ ദൈവം ഒരിക്കൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് അവർ നിരന്തരം പ്രാർത്ഥിച്ചു. 2 കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് ഉണ്ടാവേണ്ടത്. ദൈവം എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുവാൻ അവൻ സ്വർഗം തുറന്നിറങ്ങി വരും. നമ്മുടെ വിശ്വാസമായിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠമായൊരു ജീവിതമാണ് ദൈവത്തിനും അവർ നയിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവർ കർത്താവിലാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്. തങ്ങളുടെ ഈ വേദനയും ഈ കഷ്ടപ്പാടും ഒരിക്കൽ ദൈവം സന്തോഷമാക്കി മാറ്റുമെന്നും തങ്ങൾക്കൊരു മകനെ, ഒരു സന്താനത്തെ നൽകി അനുഗ്രഹിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു.
അതുകൊണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അങ്ങിൽ ആശ്രയിച്ചവർക്ക് ഒരു പുത്രനെ, ഒരു സന്താനത്തെ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സക്കറിയാസിനെ പോലെ നമുക്കും പറയാൻ പറ്റണം, ദൈവമേ, നിന്റെ കൃപയ്ക്ക് എന്നെങ്കിലും പാത്രീഭവിക്കുവാൻ ഞാൻ അർഹനാണ്. വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്, ഞാൻ അർഹനാണോ? ഇന്നലെ കർത്താവിന്റെ കരുണ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നൊരു വലിയ ഉദാഹരണം തന്നു. ഏകദേശം സന്ധ്യയായി, ഒരു 6:45 കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഒരു ഫോൺ ചെയ്തു. ഞാനിങ്ങനെ വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സാധാരണ ആ സമയത്ത് ഫോൺ എടുക്കാത്ത, എന്തോ തോന്നിയ ഫോൺ എടുത്തു. പറയുകയാണ്, സന്ധ്യായച്ച വീടിന്റെ അടുക്കള വാതിക്കൽ ഒരു വലിയ പാമ്പ് വെള്ളം കയറി വീടിന്റെ ചുറ്റും നിൽക്കുകയാണ്. വെള്ളം ഇങ്ങനെ കയറി വന്നപ്പോൾ ഒരു വലിയ പാമ്പ് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. പേടിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, വീട്ടിൽ ആരുമില്ല, അയൽവക്കംകാരെ വിളിക്കാൻ പോകാൻ പറ്റുന്നില്ല, കാരണം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, അടുക്കളയുടെ വാതിൽ തുറന്നു കിടക്കുക, എന്ത് ചെയ്യും? ആകെ ഒരു വിഷമ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഫോൺ ചെയ്യുക. ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു പാമ്പ്, വലിയ വിഷമുള്ള മൂർഖൻ തന്നെയാണ് അവർ പറയുന്നതാണ്. ഇങ്ങനെ നിന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു നാമേ ഉള്ളൂ, ഈശോയേന്ന് മാറി നിന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവരതിനു മുമ്പ് ഓടി പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ബഹളം വെച്ചിട്ട് ഈ പാമ്പ് അനങ്ങുന്നില്ല, അതുപോലെ നിൽക്കുക. അങ്ങനെ അകലെ നിന്ന് ഈശോയേന്ന് ഉറക്കെ ഉറക്കെ അങ്ങോട്ട് വിളിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പാമ്പിനൊരു അനക്കമുണ്ടായി. പാമ്പ് ആദ്യം പോയത് അടുക്കളയുടെ വാതിലേക്കാണ്. അപ്പ ചേച്ചി കുറേ കൂടെ അച്ചാതെ അടുക്കളയിലെ വാതിലേക്ക് അത് കയറിപ്പോവാണ് എന്ന് പറയുന്ന തീരുന്ന മുമ്പ് അടുക്കളയുടെ വാതിലിന്റെ അവിടെ നിന്ന് എന്തോ എന്ന് ഈ പാമ്പിന്റെ പത്തി കടിച്ചതുപോലെ തിരിഞ്ഞതൊരൊറ്റ ഓട്ടം. ഇന്നലെ വൈകിട്ട് സംഭവിച്ചത് കേട്ടോ. ഈശോയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ഒരു വലിയൊരു വിപത്തിൽ നിന്ന് ആ കുടുംബത്തെ ദൈവം മുഴുവൻ സംരക്ഷിച്ചു. ആനന്ദം കൊണ്ട് കണ്ണുനീർ പഴിച്ചു പറഞ്ഞാ അത് ഓടിപ്പോയിട്ടുണ്ട്. ആരോ അതിനെ അടിച്ചിട്ടുണ്ട്, ഈശോ അതിനെ അടിച്ചിട്ടുണ്ട്, അത് ഓടിപ്പോയി. വചനം പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവർ സന്തോഷിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. ഈ പാമ്പ് ആ വീടിനകത്ത് കയറിയിരുന്നെങ്കിൽ എത്രയോ ജീവിതങ്ങൾ അപകടത്തിലായിരുന്നതും ആരും ഒന്നും അറിയില്ല. അടുക്കളയിൽ പണി ചെയ്യുന്ന അമ്മ ഒന്ന് തട്ടിയോ മുട്ടിയോ അതിനൊന്ന് സ്പർശിച്ചാൽ മതി, കൊത്തിത്തീരും. വീട്ടിന്റെ ബെഡ്റൂമിലേക്കൊന്ന് കയറിയാൽ മതി, കിടന്നുറങ്ങിയ അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമം വിളിച്ചപ്പോൾ അവിടുന്ന് അതിനെ ഓട്ടിപ്പായിച്ചു. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ചേർന്ന് വിളിക്കാം, ഈശോയേ. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെയുണ്ട്, ശക്തരായവൻ കൂടെയുണ്ട്. വചനം നമ്മളെ പഠിപ്പിക്കും, അങ്ങയിൽ ശരണം വെക്കുന്നവർ സന്തോഷിക്കും. അങ്ങിൽ ശരണം വെക്കുന്നവർ മാത്രമേ സന്തോഷിക്കൂ. ഏത് മനുഷ്യനെ പോയി കൂട്ടിക്കൊണ്ട് വിളിച്ചു വന്നാലും ശരി, ഒരുപക്ഷെ ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ സംരക്ഷിച്ചു. ഇതുപോലെ തന്നെ ജീവിതത്തില് സൂസന്നയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എല്ലാവരാലും പരിധിക്തയായി, കഥയെല്ലാം അറിയാം, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടു. കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ദാനിയേൽ പ്രവാചകൻ വരിക. എത്രയോ ഫോളിഷാണ്, എത്രയോ ഭോഷന്മാരാണ് ഇസ്രായേൽ ജനതയെ, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നൊരു ചെറുബാലൻ പറഞ്ഞതേയുള്ളൂ. വചനം പറയുക, ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിലേക്ക് പ്രവേശിച്ചു. ബാലനായ അവൻ എഴുന്നേറ്റ് ചെന്ന് പറയുകയാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വിചാരണ കൂടാതെ ആരെയും വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ നമ്മുടെ നിയമമില്ല.
പറഞ്ഞുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച സൂസന്നയുടെ അടുക്കലേക്ക് ദൈവം ഇതാ പ്രവാചകനെ അയച്ചിട്ട് പറയുകയാണ്. പ്രവാചകനോട് പറയുന്നത്, രണ്ടുപേരെ അങ്ങോട്ട് മാറ്റി നിർത്ത്. എന്നിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ മുമ്പിൽ അവൻ അവരെ വിസ്തരിച്ചു, അവിടെ തെറ്റുകൾ കണ്ടുപിടിച്ചു, അവരെ ശിക്ഷിക്കണമെന്ന് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അവർക്ക് കൊടുത്ത് ദൈവം അവളെ രക്ഷിച്ചു. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതം എപ്പോഴും സന്തോഷഭരിതമാണ്. അതൊരിക്കലും നാശത്തിലേക്ക് പോവുകയില്ല. 12-ാമത്തെ വചനം ശക്തമായി പറയുന്നു, അത് നീതിമാന്മാരെ പരിചകൊണ്ടെന്ന പോലെ സംരക്ഷിക്കും, നമ്മളെ കാത്തുകൊള്ളും. ഒരു വിധത്തിലുള്ള തിന്മകളുടെ ശക്തികളും നമ്മിലേക്ക് കടന്നു വരാത്ത വിധം ദൈവം നമ്മളെ സംരക്ഷിക്കും. എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന് പോയി. അകപ്പാട് 4 വേക്കൻസി ഉള്ളു. 5 പേരുണ്ട്. 4 വേക്കൻസി ഉണ്ട്, 5 പേരുമുണ്ട്. കഷ്ടപ്പെട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞു, ഒരു പ്രതീക്ഷയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. കാരണം വന്നിരിക്കുന്നതൊക്കെ നല്ല നമ്മളെക്കാളും മാർക്കുള്ള കുട്ടികൾ, നല്ല കോളേജിൽ പഠിച്ച കുട്ടികൾ, അങ്ങനെ എല്ലാവരും നല്ല എക്സ്പേർട്ടാണ്. ഇംഗ്ലീഷൊക്കെ വളരെ എക്സ്പേർട്ടായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഞാൻ പോകണോ? ഞാൻ പറഞ്ഞു, വെറുതെ പോകുക. എല്ലാം നേരത്തെ അവൻ കണ്ടിരുന്നു, ഇവരെ പരിചയപ്പെട്ടിരുന്നു, ഇവരോട് സംസാരിച്ചിരുന്നു. എല്ലാം മുന്തിയ സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചെല്ലാം മണിമണി പോലെ ഇംഗ്ലീഷ് പറയുന്ന പിള്ളേരുടെ അടുത്ത് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഇങ്ങനെ ചെന്ന് എങ്ങനെ പറയും? വെറുതെ പൊക്കോ. 5 പേരല്ലേ ഉള്ളൂ, 4 പേർക്കല്ലേ വേക്കൻസി ഉള്ളൂ, വെറുതെ പൊക്കോ. സ്നേഹമുള്ളവരെ, കർത്താവിൽ ഒരു വാക്യം പറയും, നീ കർത്താവിൽ ആശ്രയിച്ചു പോകണം, കർത്താവിനോട് പ്രാർത്ഥിച്ചു പോകണം. ദൈവത്തിന്റെ ഹിതം ഇതാണെങ്കിൽ കർത്താവ് ഇതിൽ നിറവേറ്റണമേ എന്ന് തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോകണം. തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോയി. ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ സ്നേഹമുള്ളവരെ, ഒരാള് അന്ന് വന്നില്ല. കരങ്ങളടിക്കാൻ നോക്കാം. ഒരാളന്ന് വന്നില്ല. ആ ചാൻസ് ഈ പയ്യന് കിട്ടി. അവൻ ജോലിയിൽ പ്രവേശിച്ചു. കർത്താവിന്റെ സംരക്ഷണത്തെ വിളിച്ചപേക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, സംരക്ഷണമായി കൂടെയുണ്ട്. ദൈവമേ, നിന്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ നീ എന്റെ കൂടെയുണ്ട് എന്ന് വെളിപ്പെടുത്തി തരുന്ന അനുഭവങ്ങളാണ് നമുക്കിതെല്ലാം. കഴിഞ്ഞ ദിവസം ഒരു രോഗി എന്ന് പറയുന്നു, അവരെ കഴുത്തില് 5-6 മുഴകളുണ്ട്. 5-6 മുഴകളുണ്ട്. ആശുപത്രി ചെന്നപ്പോൾ അത് 4th സ്റ്റേജ് ആണ്. ക്യാൻസറിൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. ഇനി അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്തെടുക്കാതെ രക്ഷയില്ല. ഓപ്പറേഷൻ എടുക്കാതെ രക്ഷയില്ല, ഒന്നുമില്ല. അത്രമാത്രം അവസ്ഥയിലേക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് വിധി എഴുതി അവരെ വീട്ടിലേക്ക് അയച്ചിട്ട് ഓപ്പറേഷനുള്ള ദിവസങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് തിരിച്ചു പോരുകയാണ്. അതിനു മുമ്പായിട്ട് ഈ 6 മുഴകളിൽ 5 എണ്ണം പൊട്ടി. അത് വളരെ ഡേഞ്ചറാണ്. അവരുടെ ജീവിതത്തിൽ വളരെയധികം വേദന, അപകടകരമായ അവസ്ഥയിലേക്ക് അത് മാറും. ഇനി 1 എണ്ണം കൂടെ പൊട്ടാനുള്ളൂ. അതുകൂടെ പൊട്ടിയ ഒരുപക്ഷെ അവർക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അത് പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. വലിയ ഒരു മുഴയാണ്, പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, അങ്ങനെ അവർ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഈശോയെ, നിങ്ങളുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. നിരന്തരമായ പ്രാർത്ഥനയുടെ അവസാനം, സ്നേഹമുള്ളവരെ, ആ മുഴ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അത് ചുരുങ്ങുന്നുമില്ല, വലുതാകുന്നുമില്ല. അതേസമയം ഈ പൊട്ടിയെന്ന മുഴകളുണ്ടല്ലോ, അതെല്ലാം പഴയ സ്ഥിതിയിലേക്ക് വന്നുപോവുകയും ചേരുകയും ചെയ്തു. 1 എണ്ണം മാത്രം അവശേഷിച്ചു. ആ 1 എണ്ണം മാത്രം ഓപ്പറേഷൻ മിനിഞ്ഞാന്ന് നടന്നു എന്നാണ് പറഞ്ഞത്. നോക്കിയേ, വളരെയധികം വേദനാജനകമായിട്ടുള്ള അവരുടെ ആപത്തിലേക്ക്, ജീവനെ ആപത്തിലേക്ക് നയിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് അവിടെ നിർത്തി. എന്നിട്ട് കർത്താവ് അവരെ സംരക്ഷിച്ചു.
ഇന്നും അവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ നിരാശരാകരുത്. മറിച്ച് ഈ കർത്താവിന്റെ വചനത്തെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി, ഞങ്ങളുടെ സംരക്ഷകനായ ദൈവമേ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ വരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ മാറ്റി നമ്മളെ ആനന്ദഭരിതനാക്കും. അവിടുത്തെ സ്നേഹത്തിന്റെ പരിച കൊണ്ട് നമ്മളെ കവചം ചെയ്തു വെക്കും. നമ്മുടെ ജീവനെ സംരക്ഷിക്കും. നമ്മുടെ മാർഗത്തെ അവിടുന്ന് നേരെയാക്കും. വചനം നമ്മളെ അതാ പഠിപ്പിക്കുക. പരിച കൊണ്ടെന്നപോലെ അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ഇതാണ് നമ്മൾ കണ്ടതാണ്, ധാരാളം കണ്ടതാണ്. സൗള് തൻ ജീവന് വേണ്ടി, ദാവീദിന്റെ ജീവന് വേണ്ടി ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ദാവീദിന്റെ കൂടെ നിന്നു. ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു, ദൈവമേ, നീ കാണുന്നില്ലേ, നിന്റെ ദാസനെ സംരക്ഷിക്കണമേ. നിരന്തരമായിട്ടുള്ള ഒരു വിലാപമുണ്ടായിരുന്നു. ദൈവം എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിൽ നിന്നും അവനെ സംരക്ഷിച്ചു. കാരണം ദൈവത്തോട് നിലവിളിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവം സമ്പന്നമാക്കും. ഒരിക്കലും അവിടുന്ന് നാശത്തിലേക്ക് കൊണ്ടുവരികയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുക. അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തുണ്ടവൻ. സ്വർഗം തുറന്നവൻ ഇറങ്ങി വരും. അവൻ നമ്മുടെ സ്വരത്തിന് ഒരിക്കലും നോ എന്ന് പറയില്ല. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമായി കൂടെയുണ്ടാവും. നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമായി കൂടെയുണ്ടാകും. പരിചയായവൻ കൂടെയുണ്ടാകും. എല്ലാവിധ അപകടങ്ങളിലും സംരക്ഷിക്കുന്ന സ്നേഹത്തിന്റെ ഒരു വലയം അവൻ നമ്മളിൽ ഒതുക്കി, അവൻ നമ്മളിൽ ചേർത്ത് വയ്ക്കും. അങ്ങനെ എല്ലാ ആത്മീയവും ഭൗതികവുമായ തിന്മകളിൽ നിന്ന് അവന് നമുക്ക് അവൻ രക്ഷ നൽകും, മോചനം നൽകും. ഇത് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായി എന്ന് ഒരു നിമിഷം ചിന്തിക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ അച്ഛൻ പറയുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം എൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന നിമിഷങ്ങൾ എത്രയാണ്. ഓർത്ത് നമുക്ക് നന്ദി പറയാൻ കർത്താവിന്. ഇനി മുൻപോട്ടില്ല, ഒരു അടി പോലും മുൻപോട്ട് പോകാൻ പറ്റില്ല. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ കരം പിടിച്ച് നമ്മളെ നടത്തിയ കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്തെടുക്കാൻ. എത്രമാത്രം കൃപകൾ, സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ അവിടെ നൽകിയിട്ടുണ്ട്. പരിച കൊണ്ടെന്ന പോലെ തിന്മകളുടെ ശക്തികളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച ദൈവം. ആപത്തുകളിൽ നമ്മളെ കാത്ത ദൈവം. തകർച്ചയിൽ നമ്മളെ ഉയർത്തിയ ദൈവം. തളർന്നു പോകാൻ അനുവദിക്കാതെ രക്ഷിച്ച ദൈവം. ഓർത്തെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നന്ദിയോ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കിനി ജീവിക്കാം. ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിൽ ശരണം പ്രാപിക്കുന്നവരാരും നിരാശരാവുകയില്ല. അവർ സന്തോഷിക്കും. അവർ ആനന്ദഗീതം ആലപിച്ചുകൊണ്ട് സങ്കീർത്തനം ആലപിക്കും. അവരെ കർത്താവ് അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ അവിടുന്ന് അവരെ മറച്ചുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കട്ടെ. നമുക്ക് കവചമായി നമ്മുടെ